ഇപ്പൊ ഞാൻ ഒരു വണ്ടി ആക്സിഡന്റിലേക്ക് പെടുവാണ്. ഞാൻ ഒരു വണ്ടി ആക്സിഡന്റ് പെടുവാന്ന് വെച്ചോ. ഞാൻ അപ്പൊ ബദരീങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ബദരീങ്ങളെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അത് ശിർക്കാവൂ? ഇല്ല, ശിർക്കാവൂല. ഇല്ല. ബദരീങ്ങൾ സ്വയം രക്ഷിക്കാൻ കഴിവുള്ള ദൈവങ്ങളാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. നിങ്ങളിപ്പോ പഠിച്ചല്ലോ ശിർക്ക്. ശിർക്ക് എന്നാൽ ഒന്നുകിൽ അള്ളാഹുവിന് തുല്യമായി മറ്റൊരു ദൈവത്തെ വിശ്വസിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന് ആരാധനക്ക് അർഹതയുള്ളതുപോലെ മറ്റാർക്കെങ്കിലും ആരാധനക്ക് അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുക. അതിങ്ങനെ ബദരീങ്ങളെ എന്ന് വിളിച്ച ആൾക്കില്ലല്ലോ, ഉണ്ടോ? ബദരീങ്ങൾ സഹായിക്കുമെന്നുള്ളതിൽ വിളിച്ചാൽ അത് ശിർക്കാവൂല. നിങ്ങളെ വേറൊരാൾ സഹായിക്കുന്നിടത്ത് വിളിച്ചാൽ ശിർക്കാവോ? ഇപ്പൊ നമ്മളെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ടാണില്ലേ? നേരിട്ടാണെങ്കിൽ അള്ളാന്റെ സഹായോ അയാളെ സഹായോ? നേരിട്ടാണെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന അടുത്തുള്ള ആളുടെ സഹായമോ അതല്ല അള്ളാന്റെ സഹായോ? ഇപ്പൊ ഏത് മതസ്ഥരെ വിളിച്ച് ചോദിച്ചാലും പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഡെഫിനിഷൻ പറയാൻ പറ്റും. എല്ലാവർക്കും നിങ്ങൾ ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി തരൂ സുഹൃത്തെ. നിങ്ങളോട് ഞാൻ എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സഹായം തേടി, നിങ്ങൾ എന്നെ സഹായിച്ചു. നിങ്ങൾ ചെയ്യുന്ന സഹായം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? അല്ലേ? നിങ്ങൾ ഒന്ന് പറയും, ആണോ അതോ നിങ്ങളുടെ സൃഷ്ടിയാണെന്നാ? ഒന്നും മനസ്സിലായില്ല. നിങ്ങൾ എനിക്ക് വല്ല സഹായവും ചെയ്തു, ഞാൻ നിങ്ങളോടൊരു സഹായം ചോദിച്ചു. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സഹായം അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നോ നിങ്ങളുടെ സൃഷ്ടിയാണെന്നോ നിങ്ങളുടെ വിശ്വാസം? ഇതിപ്പോ നമ്മൾ പരസ്പരം സഹായിക്കുന്ന കാര്യമല്ലോ പറഞ്ഞത്. ആവട്ടെ, പരസ്പരം സഹായിക്കുന്നത് ആരുടെ സൃഷ്ടിയാണ് എന്നാ വിശ്വാസം? ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് വേറൊരു കാര്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഈ ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് സുഹൃത്തെ. ഞാൻ മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. ഉമ്മ സഹായിക്കുന്നത്, വാപ്പ സഹായിക്കുന്നത്, സഹോദരൻ സഹായിക്കുന്നത്, ഈ സഹായങ്ങളൊക്കെയും സ്രഷ്ടാവ് അള്ളാഹുവാണ്. പക്ഷേ സ്രഷ്ടാവ് നൽകുന്ന കഴിവുകൊണ്ട്, സ്രഷ്ടാവ് നൽകുന്ന അനുമതി കൊണ്ട് ഇയാൾ പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അവരിവിടെ സവിധത്തിലും സന്നിധാനത്തിലും ഇല്ല, മറഞ്ഞു നിൽക്കുകയാണ് എന്നേ ഉള്ളൂ. മറഞ്ഞു നിൽക്കുന്നവരോടാവുമ്പോൾ സഹായം തേടുന്നത് ശിർക്ക്, തെളിഞ്ഞു നിൽക്കുന്നവരോടാകുമ്പോൾ ശിർക്കില്ല എന്ന ഒരു വിഭജനം ഇസ്ലാമികമായി എവിടെയും പ്രമാണമില്ലാത്തതാണ്, ഒരു തെളിവിലുമില്ല. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ബോധ്യപ്പെട്ടിട്ടില്ല, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട്? ഞാൻ മനസ്സിലാക്കിയതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട്. പക്ഷേ ഞാൻ പ്രമാണങ്ങൾ കൊണ്ടാ പറയുന്നത്. പ്രമാണങ്ങൾ കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. എന്നിട്ട് നിങ്ങൾ പറയുന്നാല് ഇപ്പൊ ഇവിടെ നമ്മൾ തമ്മിൽ ഞാൻ ശരിക്കും പണ്ഡിതനൊന്നുമല്ലല്ലോ. എന്നാൽ പിന്നെ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്ന വല്ല പണ്ഡിതന്മാരെയും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുൻപിൽ നിന്ന് അവരും ഞങ്ങളും തമ്മിൽ സംസാരിച്ചിട്ട് നിങ്ങളുടെ സംശയം തീർക്കാൻ വല്ല വഴിയും ഉണ്ടാക്കാൻ നോക്കാം. അത് നോക്കാം. വേറൊരു ചോദ്യം, അതും നോക്കിക്കോളൂല്ലേ? ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവൂല എന്ന് വെച്ചു അല്ലേ?